നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമ്മൾ ഇന്നൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സാമ്പാർ കുക്കറിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സാമ്പാർ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടി 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഇതിനകത്തേക്ക് തിളച്ച വെള്ളം ഒഴിക്കാം. അതുപോലെ പുളിയിലും തിളച്ച വെള്ളം ഒഴിക്കാം. പിന്നെ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന പച്ചക്കറികൾ ഉരുളക്കിഴങ്ങ്, സവോള, ചെറിയ ചേമ്പ്, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, തക്കാളി, ക്യാരറ്റ്, മത്തങ്ങ, ഇത്രയുമാണ്. ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കൂടുതൽ വേവുള്ള ഉരുളക്കിഴങ്ങും ചേമ്പും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ സാധാരണ പോലെ അരിഞ്ഞിരിക്കുകയാണ്. മുരിങ്ങയ്ക്ക അതേപോലെ തന്നെ മുറിച്ചിട്ടിരിക്കുകയാണ്. മത്തങ്ങയുടെ തൊലി കളഞ്ഞിട്ടില്ല. വെണ്ടയ്ക്ക ഒരിച്ചിരി വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള നമുക്കിഷ്ടമുള്ള പച്ചക്കറികൾ ഏത് വേണേലും എടുക്കാമേ. ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അത്ര ഫൈനായിട്ടൊന്നും അരിയണ്ട, അല്പം തരിതരിപ്പായിട്ടൊക്കെ അരച്ചെടുത്താൽ മതിയാവും. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ ലാസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ ആദ്യം ചെയ്യുവാണ്. കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുകിടാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഒരു 4 ഉണക്കമുളക് മുറിച്ചിടാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ കറിവേപ്പില ഉണക്കമുളകൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ച് കോരി വെക്കുകയാണ്. നമുക്കതൊന്ന് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുകയാണ്. 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി ഈ പച്ചക്കറികളൊക്കെ കൂടെ ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇടുകയാണ്. ഈ കായപ്പൊടി നമുക്ക് മല്ലി മുളക് ഇടുന്ന സമയത്ത് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പുളി കലക്കിയ വെള്ളം ഒഴിക്കുകയാണ്. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം പുളി ചേർക്കാൻ. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കറക്റ്റ് അളവ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും കുക്കർ അടച്ച് വെക്കാം. എന്നിട്ട് നല്ലപോലെ ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് വെയിറ്റ് ഇടാം. വെയിറ്റ് ഇട്ടിട്ട് നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലിരുന്ന് കഴിയുമ്പോൾ ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആദ്യത്തെ വിസിൽ വരും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പ്രഷറെല്ലാം ഇതാ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സാമ്പാർ എന്തായെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതാ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ മുരിങ്ങക്കോലിന് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. എനിക്കൊരു ടെൻഷനുള്ളത് മുരിങ്ങക്കോലിൻ്റെയും വെണ്ടയ്ക്കയുടെയും കാര്യത്തിലായിരുന്നു. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേമ്പും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെണ്ടയ്ക്ക വലിയ കുഴപ്പമൊന്നും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ചില കഷ്ണങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് ഉടഞ്ഞു പോയിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്ക ആദ്യം ഉടയണ്ട എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചാൽ മതിയാവും. നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ആ ഉപ്പും കൂടി ഇടുകയാണ്. അല്പം കായപ്പൊടിയും കൂടെ ചേർക്കാം. സാമ്പാറൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കായത്തിൻ്റെയൊക്കെ മണം ഉണ്ടാവണം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഈ പാത്രം കുക്കറിൽ തന്നെ എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ സെർവ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. കുക്കറിലേക്ക് അല്പം തിളച്ച വെള്ളം കൂടി ഒഴിച്ച് അതും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കടുക് വറുത്തപ്പോൾ എടുത്ത് മാറ്റി വെച്ചിരുന്ന സാധനങ്ങളും മല്ലിയിലൊക്കെ കൂടെ ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ ഈ രീതിയിൽ സാമ്പാർ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.